എന്നാൽ ഇത്രയും പെട്ടെന്ന് പ്രതികരണം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ, ഒരു മുന്നറിയിപ്പെങ്കിലും കിട്ടിയാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ തടുക്കായി. അതിനൊരു ഗ്യാപ്പ് കിട്ടണ്ടേ? മര്യാദക്ക് റിയാക്ഷൻ പോലും ഇടാൻ പറ്റിയില്ല. ഞാൻ ആ സമയത്ത് എന്ത് റിയാക്ഷൻ ആണോ വിട്ടല്ലേ? അടുത്താണ് നമുക്ക് ഇതൊക്കെ ശ്രദ്ധിക്കണം. മതി നിർത്ത്. ഒരുത്തിന് അടി ഇട്ടിട്ടുകൊണ്ടിരിക്കുമ്പോഴാണോ തമാശ പറയുന്നത്? അവന്റെ മോണ നോക്കിയ വീണ വായിച്ചതുപോലെ. ഒന്നുമില്ല അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. എടാ, അവര് ഉണ്ടാക്കുന്ന എനിക്ക് മനസ്സിലായി. അതിന്റെ ഇടയിൽ കൂടെ നീ അങ്ങ് ഉണ്ടാക്കാൻ നിൽക്കല്ലേ കേട്ടോ. അളിയാ, ഞാൻ അളിയനെ ആക്കത്തില്ലളിയാ. ആക്കാതിരുന്ന നിനക്കൊള്ളാം. എന്നാലും അടിച്ചത് ഒട്ടും ശരിയായില്ല. അത് വളരെ ശരിയാ. നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല. ആ വലത്തോട്ട് ചേർന്ന് അടിച്ചാൽ കുറച്ചുകൂടെ പിക്ചർ ക്ലിയർ ആയി. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ എല്ലാവരും മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് ടോമിനടുത്ത് ഒട്ടും ശരിയായിട്ടില്ല. അങ്ങനെ ശരിയായില്ല. നോക്കിക്കാതെ വെക്കടാ. നമ്മൾ പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചു അവരിങ്ങനെയൊക്കെ ചെയ്ത. അത് ശരിയാ. അല്ല, അല്ലെങ്കിൽ നമ്മളെന്നെ പ്രതികരിക്കുന്നത് വെറുതെ അടി മേടിച്ചു വിട്ട. എനിക്കാണെങ്കിൽ ഒക്കെ മിസ്കെല്ല മത്സരത്തിൽ പങ്കെടുക്കാം. അല്ലേ സൗന്ദര്യറാണി, നാളെ ഇതുവരെ ശമ്പളം തന്ന ഒരാളാണ് ഇവിടെ കൊത്തിയിരിക്കുന്നത്. ഒന്നും കൂടി ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. എന്റെ 2 കണ്ടുകെട്ടി ശ്രദ്ധ ഇവിടെ തന്നെ. എന്നാലേ ആ അടി കൊണ്ട സമയത്ത് ലൂസിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചായിരുന്നോ? ടോമി ശ്രദ്ധിച്ചായിരുന്നോ? ആ അടി വന്ന പോലും ഞാൻ മര്യാദ കണ്ടില്ല. അതിലിടയിലാണ് അവളുടെ റിയാക്ഷൻ. ഒന്ന് പൊടി. എന്നാലും അങ്ങനെയല്ല, ലൂസിയുടെ എക്സ്പ്രഷനിൽ എന്തോ ഒരു പന്തികേട് ഉണ്ടായിരുന്നില്ലേ? പന്തികേട് അളിയാ, പന്തിയുടെ എന്റെ മുമ്പിൽ ചാടി എണീക്കണ്ട. ഞാൻ എങ്ങനെ ഉണ്ടെന്നറിയാൻ വേണ്ടി വന്നതാ. മാഡം, നല്ല സുഖം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സുഖം കിട്ടാൻ വേണ്ടി ഇടയ്ക്ക് അങ്ങോട്ട് വരാന്നാ പറയുന്നത്. മാഡത്തിന് സമയം ഉണ്ടാവോ? എടോ, മേരി ആന്റി അപ്പോൾ ഒരു ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. തനിക്ക് തല്ലു കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ആ പറഞ്ഞ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഒരു നാട് മുഴുവൻ എന്നെ നാട്ടിച്ച ചരിത്രമുള്ളതാണ് നീ. അത് നിനക്ക് 2 അടി എനിക്ക് മേടിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ടോമി, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. എനിക്ക് നീ പറയുന്നത് ഒന്നും കേൾക്കണ്ട. നീ പറയുന്നത് എനിക്ക് വിശ്വാസമല്ല. അവളോട് എന്നാലും അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. എടി പറയണോ? അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവരുടെ അടുത്ത പ്ലാൻ എന്താണെന്നുള്ള സൂചന നമുക്ക് കിട്ടുള്ളൂ. അളിയാ, നിനക്കൊരു അടി കിട്ടിയത് കണ്ടിട്ട് അവളുടെ മനസ്സിളകിയെന്നാ എനിക്ക് തോന്നുന്നത്. ജോലി, നമ്മൾ എത്ര നാൾ തലയിൽ മുണ്ടോട്ട് നടന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അപ്പൊ അതൊന്നും മറക്കരുത്. അത് ശരിയാണ്. ടോമി, എനിക്ക് മീന് പറഞ്ഞതിനോട് അഭിപ്രായം അത്രയ്ക്കൊന്നും പറയേണ്ടിയിരുന്നു. അയ്യടാ, അവിടെ നിന്ന് അടി കിട്ടി എന്റെ തലയിൽ കൂടെ പൊന്നീച്ച പറയുമ്പോ നിന്റെ ഒന്നും മുഖത്തൊന്നും കണ്ടില്ലല്ലോ. ഇപ്പൊ ഒരു പെണ്ണ് 2 വന്നിട്ട് അല്ല പറഞ്ഞപ്പോഴേ ഫെമിനിസം അങ്ങോട്ട് വളർന്നു അല്ലേ? അയ്യോ, അങ്ങനെയൊന്നല്ല. എന്നാ അവിടെ മിണ്ടാതി. ഓ, മിണ്ടാണ്ട് നിക്ക അവിടെ. നീ എന്ത് നോക്കിയിരിക്കണോ? വെക്കണോ? എന്നാ പിടിച്ചോ. കൊല്ല്. സത്യം, ഇത് പണ്ടേ കൊടുക്കേണ്ടുന്നതായിരുന്നു. ഇനി ആ മറ്റവനും കൂടിയിട്ട് 2 കൊടുക്കണം. അതൊക്കെ നന്നായിക്കോളും. നന്നാക്കി എടുക്കും ഞാനല്ലേ പറഞ്ഞേ. ശരി, അപ്പൊ പിന്നെ വിളിക്കാം. ടോമിയുടെ അപ്പനായിപ്പോ വിളിച്ചേ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടേ അതിന്റെ സന്തോഷത്തിൽ വിളിച്ചതാ. ഇവന്മാരെ ഇതുവരെ അപ്പന്മാരെ തല്ലിയിട്ടേ ഇല്ല. അവരമ്മച്ചിമാര് സമ്മതിക്കാറില്ല. ഇതിപ്പോ ഞാനായിട്ട് 2 കൊടുത്തല്ലോ എന്നുള്ള സമാധാനത്തിലാ അവര്. മറ്റവനും കൂടിയിട്ട് 2 കൊടുക്കണം. അപ്പൊ അവര് സന്തോഷിക്കും, ഞാനും ഹാപ്പി. എന്തു പറ്റി മോളെ? ഒരു വിഷമം പോലെ. വേണ്ടായിരുന്നു ആന്റി, വെറുതെ ടോമിനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്താനായിട്ട്. അവനൊക്കെ വേണ്ടിയിട്ട് സിമ്പതി വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവനെയൊക്കെ പബ്ലിക്കിൽ തന്നെ നാണം കെടുത്തണം. അത് പറയാനുള്ള എന്ത് യോഗ്യത ആന്റി എനിക്കുള്ളത്? പണ്ട് അവൻ അറിയത്ത് പോലും ഇല്ലാത്ത തെറ്റിന് എല്ലാവരുടെ മുമ്പിൽ ഞാൻ അവനെ നാണം കെടുത്തി. അത് കാരണം അവനിപ്പോ നാട്ടിൽ പോലും വരാതെ ഇവിടെ തന്നെ നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പീത്തും. എനിക്കെന്തോ ഭയങ്കര എന്തോ മോശം ഫീലായി തോന്നി. അത് മോടെ നല്ല മനസ്സായതുകൊണ്ട് തോന്നുന്നതാ. ഇവനെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. യാതൊരു മോശം ഫീലിന്റെയും ആവശ്യമില്ല ഞാൻ പറയുന്നത്. എനിക്കെന്തോ
മടുത്ത ആന്റി, ഞാൻ നാട്ടിലേക്ക് പോവാ. മോളെ നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമ്മുടെ പദ്ധതികളെല്ലാം താളം തെറ്റും. നമ്മുടെ പദ്ധതികളല്ലല്ലോ ആന്റി, ആന്റിയുടെ പദ്ധതികൾ. അത് താളം തെറ്റണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ എനിക്കിവിടെ മടുത്ത ആന്റി, പറ്റുന്നില്ല. കുട്ടിയോട് അപ്രതീക്ഷിതമായിട്ട് ഓരോന്ന് സംഭവിച്ചത് കൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഇതെല്ലാം ശരിയാവും. ശരിയാവുമായിരിക്കും. എന്നാലും ഞാനൊന്ന് വീട്ടിലേക്ക് പോട്ടെ. അമ്മച്ചിയും വിളിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. അവിടെ പോയി കുറച്ച് ദിവസം നിന്നിട്ട് നോക്കാം. എന്നിട്ട് പറ്റും പോലെ എങ്ങനെയാ നോക്കിയിട്ട് തിരിച്ചു വരാം. നീ പോവാൻ ശരിക്കും തീരുമാനിച്ചോ? തീരുമാനിച്ചു. ശരിയെന്നാ, അമ്മച്ചി വിളിച്ചെന്നല്ലേ പറയുന്നത്. നീ പോയിട്ട് വാ. നീ തിരിച്ചു വരുമല്ലോ അല്ലേ? നോക്കാം. നീ വന്നില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. നോക്കെന്തായാലും. പോട്ടെ ആന്റി. എനിക്ക് ടോമിയോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമായിരുന്നു. അവർ പ്രഷർ. നീ ഇവിടെ നിന്നില്ലേ? ആന്റി അടിച്ചതിന്റെ ബാക്കി വല്ല അടിക്കാനാണെങ്കിൽ ഇപ്പൊ അടിച്ചോണം. ഞാനിത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത അടിയൊന്നും തരരുത് പ്ലീസ്. ടോമിക്ക് അടി വാങ്ങി തരാനൊന്നും എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. ഞാൻ നാട്ടിലേക്ക് പോവാം. നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയി മോളെ. അങ്ങനെ ഒരെണ്ണത്തിൽ എന്തെങ്കിലും പുകച്ച് പുറത്ത് ചോടിക്കാൻ പറ്റും. പോകുന്നതിന് മുമ്പ് ടോമിയെ ഒന്ന് കാണണമെന്ന് കരുതിയതാ. അപ്പോഴാ ടോമിയായിട്ട് തന്നെ മുമ്പിൽ വന്ന് ചാടിയത്. അതിൽ ഞാൻ കേൾക്കുന്നുണ്ട്. അല്ല, എന്താണോ കാണണം തോന്നി? ആദ്യം വിളിച്ചപ്പോൾ ഞാനൊരു ത്രില്ലിന്റെ പുറത്ത് വന്നതാ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളിലേക്ക് കിടപ്പ് മനസ്സിലായത്. കുറച്ച് ദിവസമാണെങ്കിലും ടോമിയായിട്ടുള്ള ക്യാറ്റ് ആൻഡ് മൗസ് കളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ചിലപ്പോൾ ഞാനതൊക്കെ മിസ് ചെയ്യും. എന്തായാലും ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യമൊക്കെയാണ് നടന്നത്. ടോമിക്ക് നടി കിട്ടിയതും എനിക്ക് കുറച്ച് വിഷമമായി. സോറി. ആന്റിയുടെ ഇന്ന് കൊച്ചുനാളിൽ എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുള്ളതാണ്. വലുതായപ്പോൾ ഒരെണ്ണം കൂടെ ആയിരുന്നല്ലോ. ഇറ്റ്സ് ഓക്കെ. ടോമി, എനിക്ക് ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. ഇവിടെ വരുന്നതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ടോമി പറഞ്ഞതിന് ടോമിക്ക് തല്ല് കിട്ടിയതും കൂടെ കണ്ടപ്പോൾ ക്ലീശയാണെങ്കിലും എനിക്ക് പറയണം തോന്നി. വയ്യാത്ത പട്ടി കൈകാലം വരുന്നതായിരിക്കും. എന്താണോ അത് എനിക്കിത് പറയാനുള്ള അർഹതയുണ്ടോയെന്നൊന്നും അറിയില്ല. ഞാൻ ടോമിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടേ ഉള്ളൂ. എന്നാലും എനിക്ക് പറയണം തോന്നി. ടോമി, ഐ ലവ് യു. I love you.